നമ്മുടെ മക്കളെക്കുറിച്ച് ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ് നമ്മൾ രക്ഷിതാക്കൾ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും 10ാം ക്ലാസ് പാസ്സായി +2 പ്രവേശനത്തിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒത്തിരി വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ നമുക്ക് കാണാനായിട്ട് കഴിയും. പല ആളുകളും ഹയർ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. പല ആളുകൾക്കും അതിൻ്റെ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞു. ഇനിയും പുതിയ അലോട്ട്മെൻറ്റുകൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ കുട്ടികൾ തിരഞ്ഞെടുത്ത വഴികൾ, സബ്ജക്ട്സുകൾ അവരെ ഭാവിയിലേക്ക് എവിടെ എത്തിക്കും എന്നതിനെക്കുറിച്ച്. 2, അവർ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിലൂടെ ചലിക്കാൻ അവർക്ക് കഴിയുമോ എന്നുള്ളത്. ആരാണ് അവർക്ക് ശരിക്കും ഇത്രയും കാര്യങ്ങളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി സ്വപ്നം കാണിച്ചത്? നമ്മളുടെ കുട്ടികൾക്ക് ഉപകാരപ്രദമായ തരത്തിലുള്ള കോഴ്സുകൾ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത് പരമപ്രധാനമാണ്. പക്ഷേ അത് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്? നമ്മൾക്ക് പലപ്പോഴും പല കഴിവുകളും കാണില്ല. അല്ലെങ്കിൽ നമ്മൾ പത്രങ്ങളിൽ നിന്നോ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ നിന്നൊക്കെ എടുക്കുന്നതനുസരിച്ചായിരിക്കാം നമ്മൾ പലപ്പോഴും കുട്ടികളെ വഴികാട്ടിയായി കാണുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമ്മളുടെ കുട്ടികൾക്ക് തുടക്കം മുതൽ ഇത് തിരഞ്ഞെടുക്കുന്നത് വരെയുള്ള മാർക്കുകൾ, അവരുടെ മാനദണ്ഡങ്ങൾ, അവർക്കുള്ള കഴിവുകൾ അതെല്ലാം ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. പലപ്പോഴും നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല, ആരോടും ചോദിക്കാറില്ല. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ വളരുന്നതിന് അവർ തടസ്സം നിൽക്കുകയാണ് എന്ന് പറയും. എൻ്റെ പണം ഉപയോഗിച്ച് എൻ്റെ കുട്ടികളെ എന്താക്കി തീർക്കണമെന്ന് ഞാനാണ് ചിന്തിക്കുന്നത്, മറ്റുള്ളവർക്ക് അതിലെന്താണ് എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കാറ്. യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടിയാണ് മറ്റുള്ളവർ സംസാരിക്കുന്നത്? നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ നമ്മളിലേക്ക് സമർപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്, അവരുടെ അനുഭവങ്ങളിലൂടെയാണ്. അവർ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചവരായിരിക്കാം, പല സ്ഥലങ്ങളിലും ജോലി ചെയ്തവരായിരിക്കാം, പല മക്കളെക്കുറിച്ച് അറിഞ്ഞവരായിരിക്കാം, പല കോളേജുകളെക്കുറിച്ച് അറിയുന്നവരായിരിക്കാം, പല കോഴ്സുകളെക്കുറിച്ച് അറിയുന്നവരായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ചില ആളുകൾ 100 തവണ ഒരാളൊരു കാര്യം പറയുമ്പോൾ ഒരു തവണയെങ്കിലും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെ മക്കളെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് കഴിയും. മിക്കപ്പോഴും യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയി പഠിക്കുന്ന മക്കളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനൊക്കെ ഒരുപാട് കുട്ടികളെ ഓൺലൈനായിട്ട് കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട് വിദേശ രാഷ്ട്രങ്ങളിൽ, യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ. പക്ഷേ അപ്പം നമുക്ക് അറിയാനായിട്ട് പറ്റും അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന അവസ്ഥ. പല കുട്ടികളും കോഴ്സ് ഔട്ടായിട്ട് പാസ്സാവാതെ ലക്ഷങ്ങൾ, 70 ലക്ഷവും 80 ലക്ഷവും കോടികൾ മുടക്കി പാസ്സാവാതെ തിരിച്ചു വരുന്ന അവസ്ഥ. ഇതൊന്നും ഇവരിവിടെ വന്ന് തുറന്നു പറയുന്ന ഒരവസ്ഥ. യഥാർത്ഥത്തിൽ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്? എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? നമുക്കറിയാം, സയൻസ് ഗ്രൂപ്പുണ്ട്, കൊമേഴ്സ് ഗ്രൂപ്പുണ്ട്, ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പുണ്ട്. സയൻസ് ഗ്രൂപ്പിൽ തന്നെ പല ഗ്രൂപ്പുകളും ഇപ്പോൾ ഉണ്ട്. യഥാർത്ഥത്തിൽ ഡോക്ടർ ആവണം, നീറ്റ് എഴുതണം എന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികൾ, എൻ്റെ മക്കളെ ഡോക്ടർ ആകണം എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കാറുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾക്ക് അതിനുള്ള കഴിവുണ്ടോ? അവരുടെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്ന സബ്ജക്ട്സിൽ അവർ നല്ല ആറ്റിറ്റ്യൂഡാണോ, നല്ല ആപ്റ്റിറ്റ്യൂഡാണോ അവർക്ക് കിട്ടിയിട്ടുള്ളത്? നല്ല മാർക്കിൻ്റെ അടിസ്ഥാനമുണ്ടോ? അല്ലെങ്കിൽ ഇതെല്ലാം എടുത്തുകൊണ്ട് ഒരു ഇംഗ്ലീഷ് മീഡിയം എന്നതിനകത്തോട്ട് കടന്നു ചെല്ലുമ്പോൾ അത് റിക്കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി എൻ്റെ കുട്ടിക്കുണ്ടോ? എൻ്റെ കുട്ടിക്ക് ഡോക്ടർ ആവാനാണോ ആഗ്രഹം? അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകളുമായി എടുത്ത് മുന്നോട്ട് പോകാനാണോ ആഗ്രഹം? അതോ ടീച്ചർ ആവാനാണോ ആഗ്രഹം? അതോ അക്കൗണ്ടൻ്റ് ആവാനാണോ ആഗ്രഹം? അതോ ഒരു CA കാരനാവാനാണോ ആഗ്രഹം? ഇതെല്ലാം നമ്മൾ അവരിൽ കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. ഇതുപോലെയുള്ള സൈക്കോളജിക്കൽ അസസ്മെൻറ്റിലൂടെ, ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളിലൂടെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അതിന് നിങ്ങൾ നല്ല തരത്തിലുള്ള സൈക്കോളജിസ്റ്റിനെ കണ്ടെത്തി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത്. അതല്ല, നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരു ചെറിയ എമൗണ്ട് ആയിരിക്കാം. ഒരു 1000-ഓ 2000-ഓ കൊടുത്താൽ തീരുന്നതായിരിക്കാം 1-2 തവണയുള്ള വിസിറ്റിംഗ് എന്ന് പറയും. നിങ്ങൾ ഈ 2000-ന് അത് നൽകാതെ നിങ്ങൾ അതിന് പകരമായിട്ട് നിങ്ങൾ നേരിട്ടിട്ട് അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് സംഭവിക്കുന്നത് എന്തായിരിക്കും? 80 ലക്ഷവും 1 ലക്ഷവും മുതൽ 80 ലക്ഷം, 1 കോടികൾ വില ചെലവഴിക്കുന്ന അവസ്ഥ ഉണ്ടാകുകയും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ പിന്നെ അയ്യോ ഞാൻ അങ്ങനെ പെട്ടുപോയി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇതായിരിക്കും. ഈ നല്ല വഴികൾ തിരഞ്ഞെടുത്ത് നല്ല ആളുകളുടെ ഉപദേശങ്ങൾ തേടുക. കൗൺസിലിംഗ് ഒരിക്കലും ഉപദേശമല്ല എന്നെനിക്കറിയാം. പക്ഷേ എന്നാലും അഭിപ്രായങ്ങൾ തേടേണ്ടത് നമ്മുടെ അത്യാവശ്യ ഘടകമാണ്. എന്തിനകത്ത് വേണം നമ്മുടെ കുട്ടികളെ നല്ല ഭാവി തിരഞ്ഞെടുക്കാനും നല്ല ഒരു കൾച്ചർ സൃഷ്ടിച്ചെടുക്കാനും സമൂഹത്തിന് നല്ലവനായി മാറാനും വേണ്ടിയാണ്. ഇനിയും സമയം അതിക്രമിച്ചിട്ടില്ല. ഇപ്പോഴും നമുക്ക് സെലക്ട് ചെയ്യാനുള്ള സമയം ഒത്തിരി ഉണ്ട്. നമ്മുടെ കുട്ടികളെ നേരിൽ കണ്ട് നമ്മളെ കുട്ടികൾ കൊടുത്ത ഏതിനാണോ അലോട്ട്മെൻറ്റിന് വേണ്ടി കൊടുത്തിട്ടുള്ളതെന്ന് ചോദിച്ച് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും.
ഹ്യൂമാനിറ്റീസ് ആണോ, കൊമേഴ്സ് ആണോ, സയൻസ് ഗ്രൂപ്പാണോ? ഒരുപക്ഷെ നമ്മൾ പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് സയൻസ് ഗ്രൂപ്പ് എന്നുള്ളത് കൊണ്ട് നമ്മൾ പലപ്പോഴും കൊമേഴ്സോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മളെ കുട്ടിക്ക് സയൻസ് ഗ്രൂപ്പ് പഠിക്കാനുള്ള കഴിവുണ്ടായിരിക്കും, പക്ഷേ മറ്റു കുട്ടികൾ സെലക്ട് ചെയ്തതിനനുസരിച്ച് മാറിയിരിക്കാം. ഇതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഒന്ന്, കൊമേഴ്സ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും സയൻസ് ഗ്രൂപ്പിനകത്തോട്ട് പോകാൻ യാതൊരു കാരണവശാലും കഴിയില്ല. അതിന് പകരം നമുക്ക് സയൻസ് ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് മറ്റ് ഗ്രൂപ്പുകളിലേക്ക് പോകാനായിട്ട് കഴിയും. കൊമേഴ്സ് ഗ്രൂപ്പിൽ നിന്ന് സയൻസ് ഗ്രൂപ്പിലേക്ക് പോകാൻ പറ്റില്ല, പക്ഷേ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിനകത്തോട്ട് വരാനായിട്ട് കഴിയും. ഇതുപോലെ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ ഗ്രൂപ്പിനകത്ത് നിൽക്കാനും അതുപോലെ കൊമേഴ്സ് ഗ്രൂപ്പിനകത്തോട്ട് മാത്രമേ നിൽക്കാനായിട്ട് കഴിയുള്ളൂ. അതേസമയം സയൻസ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൊമേഴ്സ് ഗ്രൂപ്പിനകത്തോട്ടും പോകാനായിട്ട് കഴിയും, ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിനകത്തോട്ട് പോകാനായിട്ട് കഴിയും, സയൻസ് ഗ്രൂപ്പിൽപ്പെട്ട ഏത് ഷെഡ്യൂളിലുള്ള കോഴ്സുകളും നമുക്ക് എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് പോകാൻ നല്ലത് എപ്പോഴും സയൻസ് ഗ്രൂപ്പാണ്. വലിയ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് പറയാനായിട്ട് കഴിയൊന്നുമില്ല. ഇരുന്ന് പഠിക്കേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ടായിരിക്കും. ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല തരത്തിലുള്ള പാരാമെഡിക്കൽ കോഴ്സസ്, പെട്ടെന്ന് ജോലി ലഭിക്കുന്ന ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സസുകളുണ്ട്. മറ്റുള്ളവർ എവിടെയൊക്കെ പോയി വളർന്നു എന്നുള്ളതുകൊണ്ട് അവനും അത് പഠിക്കട്ടെ ഇത് പഠിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ നമ്മൾ ചെയ്യരുത്. അല്ലെങ്കിൽ നമ്മൾ കുറേ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്ത് അതുകൊണ്ട് അതിൽ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടും. പക്ഷേ ഇന്നത്തെ ലോകമല്ല നാളത്തെ ലോകം. നമ്മൾ സ്വപ്നം കാണേണ്ടത് എപ്പോഴും ഇന്നത്തെയോ നാളത്തെയോ കുറിച്ചല്ല. നമ്മൾ ആഫ്റ്റർ 10 years, ആഫ്റ്റർ 15 years, ആഫ്റ്റർ 20 years എന്നതിനെക്കുറിച്ച് സ്വപ്നം കാണുമ്പോഴാണ് നമുക്ക് നല്ല നല്ല കോഴ്സുകളെ കുറിച്ച് പഠിക്കാനും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശകലനം ചെയ്ത് മുന്നോട്ട് പോകുവാനും കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നല്ല നിർദ്ദേശങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഈ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഞങ്ങളുടെ സേവനം നിർബന്ധമായിട്ടും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഏത് സമയത്തും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യപ്പെടാവുന്നതാണ്. നിങ്ങൾ വാട്സപ്പിൽ വേണമെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളിലെ സഹായ സഹകരണങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ആവശ്യപ്പെടാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.